സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രത്യേകിച്ച് നമ്മൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ആഗ്രഹിക്കണം, കർത്താവെ ഞങ്ങളുടെ ജീവിതം അനേകർക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ വലിയ കൃപയോട് ചേർന്നാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നത്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം ഒന്ന് മനസ്സിലൊന്നോർത്തെ. ഏതെങ്കിലും ഒരു നിയോഗം, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമാവും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിയോഗമാകും, നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടാവും, ആ മേഖലയാവും. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ആ വിഷയത്തിൽ വലിയ ഒരു ദൈവീക ഇടപെടലുണ്ടാവട്ടെ. ആഗ്രഹിക്കണം. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. കണ്ണുകളടച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു. അപ്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞ്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് അനുഗ്രഹിച്ച് ഈ വ്യക്തിയിൽ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വ്യക്തിയിൽ ഇത് സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയെ മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ ഇതുപോലെ അനുഗ്രഹിക്കാൻ അനേകരെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവെ, അവരെല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ഈ ഭൂമിയിൽ ഇതുപോലെ അനുഗ്രഹിക്കാൻ അനേകരെ കർത്താവെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ ഈ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവെ, ഈ വ്യക്തിയിൽ വലിയ ദൈവാനുഗ്രഹം സംഭവിക്കട്ടെ. കർത്താവെ, ഈ വ്യക്തിയിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ വ്യക്തിയെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഗ്രന്ഥമുള്ളവർ ഒന്ന് തുറക്കാമോ? അതിൽ ഒരു വചനം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നമ്മുടെ മേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന അതിശക്തമായ ഒരു സന്ദേശ വചനമാണ്. ബൈബിൾ തുറക്കുന്നു. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 8 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 1 Peter chapter 3 verse 8 onwards. എൻ്റെ കൂടെ ബൈബിള് ഇല്ലാത്തവർ ഒച്ചത്തിൽ വായിക്കണം, ബൈബിൾ ഉള്ളവർ അത് നോക്കി വായിക്കണം കേട്ടോ. ഒച്ചത്തിലൊന്ന് എൻ്റെ കൂടെ പറഞ്ഞ്, അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ
വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് ശ്ലീഹ ലോക ജനതയ്ക്ക് നൽകിയ വലിയ ഒരു ആത്മീയ സന്ദേശം ഇന്നേ ദിവസം ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ഞങ്ങളുടെ മേലും ഈ വചനത്തിൻ്റെ അഭിഷേകം അതിശക്തമായിട്ട് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് നമ്മൾ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഈ വലിയ ദൈവീക ദൂത് കടന്നു ചെല്ലട്ടെ. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ ദൈവീക ദൂത് കടന്നു ചെല്ലട്ടെ. പലതരത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, പല അസ്വസ്ഥതകളിൽ പെട്ടിരിക്കുന്നവർ, ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അനേകരുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ ചിലരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് കർത്താവെ വലിയ അഭിഷേകം കടന്നു ചെല്ലട്ടെ, വലിയ അനുഗ്രഹം കടന്നു ചെല്ലട്ടെ. പല വിധത്തിലുള്ള ഭാരം, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് ഏതെങ്കിലും തരത്തിൽ ശപിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരു തോൽവിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് നന്നാവുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് പത്രോസ് ശ്ലീഹ നിന്നെ പഠിപ്പിക്കാൻ പോവുകയാണ്. നീയൊരു തോൽവിയല്ല, നീയൊരു പരാജയമല്ല, നീയൊരു ശാപമല്ല, മറിച്ച് നിനക്ക് കർത്താവ് ഒരു വലിയൊരു ദൗത്യം തന്നിട്ടുണ്ട്. ദൈവമേ, ഈ വലിയ കൃപ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയരെ, പത്രോസ് ശ്ലീഹ എന്നോടും നിന്നോടും പറയുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം തിരുവചനം, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ദൈവമേ, ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലട്ടെ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ മനസ്സിൽ കാണണം. കർത്താവെ, എൻ്റെ വീട്ടിലെ ഓരോ മുറികളിലേക്കും അനുഗ്രഹം കടന്നു ചെല്ലുന്നു. ഒരുപക്ഷെ ഇത്രയും നാളും നിന്റെ വീടിനെക്കുറിച്ച് നീ ചിന്തിച്ചിരുന്നത് ഈ വീട് നാശമാണ്, ഈ വീട്ടിൽ എന്തെല്ലാം ചെയ്താലും ഗതി പിടിക്കുകയില്ല, എൻ്റെ വീട്ടിലുള്ള ഇന്ന സ്ഥലം ശരിയല്ല, എൻ്റെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും വളരെ വലിയ പരാജയമാണ്. എന്നാൽ ഇതാ നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു, മകനെ, മകളെ, നിനക്കത് ശാപമല്ല, ആ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിന്റെ വീട്ടിലെ ഓരോ മണൽത്തരിയും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇതാ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവെ, ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇത്രയും നാളും ഞങ്ങൾ ചെയ്തതെല്ലാം വെറുതെയായിപ്പോയി, കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം തന്നെ തോൽവിയാണെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവെ, എൻ്റെ വിളി ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ വീട് അനുഗ്രഹമാണ്, എൻ്റെ വീട് അനുഗ്രഹമാണ്, എൻ്റെ കുടുംബം അനുഗ്രഹമാണ്, എൻ്റെ ബന്ധങ്ങൾ അനുഗ്രഹമാണ്, ഞാൻ എന്ന വ്യക്തി ഒരു അനുഗ്രഹമാണ്.
ഓരോ വ്യക്തിയും 2 കരങ്ങളും ഉയർത്തി സ്വയം പറയണം, ഞാനൊരു അനുഗ്രഹമാണ്, എൻ്റെ വീട് ഒരു അനുഗ്രഹമാണ്, എൻ്റെ ബന്ധങ്ങൾ ഒരു അനുഗ്രഹമാണ്, എൻ്റെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങളും അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. യെസ്, ഐ ആം എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഞാനൊരു അനുഗ്രഹമാണ്. ദൈവമേ, ഞാനിത് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഞങ്ങളതൊരു അനുഗ്രഹമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും സ്വയം പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, ഞാനൊരു അനുഗ്രഹമാണ്, എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമാണ്, എൻ്റെ ബന്ധങ്ങൾ ഒരു അനുഗ്രഹമാണ്, എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണ്, ഇന്നത്തെ എൻ്റെ അവസ്ഥ ഒരു അനുഗ്രഹമാണ്. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റുപറയുന്നു, ഞാനത് ഏറ്റുപറയുന്നു, ഞാനത് ഏറ്റുപറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഒരു നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പത്രോസ് ലീഹ തൊട്ടടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം തിരുവചനം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയാ. എന്റെ കൂടെ ഒന്ന് ഒച്ചത്തിലൊന്ന് ഏറ്റുപറഞ്ഞേ, ഒച്ചത്തിലേറ്റു പറഞ്ഞേ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് ലീഹ പറയുവാണ്, നിനക്ക് ഒരു വിളിയുണ്ട്. അനുഗ്രഹം സ്വന്തമാക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുമുള്ള വലിയ ഒരു വിളി നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞേ. ചിലർക്കിത് കേൾക്കുമ്പോഴത്തേക്ക് വലിയൊരു ഭാരം. എന്തനുഗ്രഹമാണ് അച്ഛാ, എന്തനുഗ്രഹമാണ്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദാരുണമാണ് അച്ഛാ. അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത്രമേൽ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ഇതിനിടയിലാണ് ഞാനൊരു അനുഗ്രഹമാണ്, എൻ്റെ വീട് അനുഗ്രഹമാണ്. എന്തനുഗ്രഹം! പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരുടെയും ഉള്ളിൽ തത്തുല്യമായിട്ടുള്ള അനേക ഭാരങ്ങളുണ്ടാവും. കഴിഞ്ഞ ആഴ്ച ധ്യാനിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ അല്പസമയം കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ധ്യാനത്തിൻ്റെ ആരംഭ ദിവസം തന്നെ ആ പ്രാർത്ഥിക്കുന്ന ആ മുറിയിലോട്ട് എന്നെ കയറ്റി നിർത്തി. എന്നെ പിടിച്ച് അവൻ നിർത്തി. എന്നിട്ട് പറഞ്ഞ് എന്നെ കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, അച്ഛാ, ഞാൻ ഇത്രയും നാൾ എന്തെല്ലാം ചെയ്തോ അതെല്ലാം തോൽവിയാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമായി പോവും, ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയമായി പോവും എന്നിങ്ങനെ ഇവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ആ മുറിയിലെ കറണ്ട് പോയി. ഉടനെ ഇവൻ പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ, ആ ദേ കറണ്ടും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ ഇതവസ്ഥയാ, ഇതാണ് എൻ്റെ അവസ്ഥ. അച്ഛാ ഇതാണ് എൻ്റെ അവസ്ഥ. മുറിയിലെ കറണ്ട് പോയ ഉടനെ തന്നെ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. അച്ഛാ ഒരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വണ്ണം. അവൻ പറഞ്ഞ വാക്കതാണ്, ഒരു ഗതിയും പരഗതിയില്ലാതെ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതൊറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ, ഇതൊറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഇരിക്കുന്ന ഓൺലൈനിൽ കേൾക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള വല്ലാത്തൊരു വിഷമമാണ്, വല്ലാത്ത വിഷമം. ഒരു സ്ത്രീ കഴിഞ്ഞിടയ്ക്ക് കണ്ണുനീരോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ കല്യാണത്തിൻ്റെ അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്നതാണ് അമ്മായിയമ്മയുടെ കുത്തുവാക്ക്, അമ്മായിയമ്മയുടെ കുത്തുവാക്ക്. ഞാൻ ചോദിച്ചു, ഈ കല്യാണത്തിൻ്റെ അന്ന് മുതൽ സഹിക്കാൻ മാത്രം എന്താ വിഷയം? എൻ്റെ അച്ഛാ പള്ളിയിൽ കല്യാണം നടക്കുന്നു, ആ കല്യാണം എന്നുള്ള കൂദാശയുടെ ശുശ്രൂഷയുടെ ഭാഗമായി ഞാൻ ലോകത്തിൻ്റെ ദീപമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വികാരിയച്ഛൻ ദേ നവദമ്പതികളെയും കൂടെ വിളിച്ച് മുൻപരിശത്തോട്ട് നിർത്തിയിട്ട് ആ തിരുനാളം കത്തിക്കത്തില്ലേ? ഞാൻ പറഞ്ഞാൽ കത്തിക്കും. അച്ഛൻ ഞാനും എൻ്റെ ഭർത്താവും കൂടെ കത്തിച്ച് തിരിഞ്ഞില്ല. ഉടനെ തന്നെ ആ തിരി കെട്ടുപോയി.
അതിൻ്റെ കാരണം അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫാൻ അങ്ങോട്ട് ആരാണ്ട് തിരിച്ചു വെച്ച് അത് കെട്ടുപോയി. പക്ഷേ അന്ന് മുതൽ അമ്മായിയമ്മ പറയുക, എടീ അന്നേ എനിക്ക് മനസ്സിലായി നീ ഈ വീടിന് ചേർന്ന ആളല്ല. അന്ന് നീ തിരി കത്തിച്ചില്ലേ, തിരി കത്തിച്ച് 2 മിനിറ്റ് പോലും തികച്ചു നിന്നില്ലല്ലോ, ഉടനെ അത് കെട്ടുപോയില്ലേ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഗുണം പിടിക്കലെന്ന്. എടി നീ വീടിനുള്ളതല്ലെന്ന്, നീ വീടിനുള്ളതല്ല. നീ വീട്ടിൽ കയറിയപ്പം മുതൽ ഇരുട്ടാണ്, ഇരുട്ട്. ഉണ്ടായിരുന്ന പ്രകാശം അന്ന് കെട്ടുപോയി. ഈ പെണ്ണ് പറയുകയാണ്, അച്ഛാ കുറേ വർഷമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ എന്നും ഇതാണ് ഞാൻ കേൾക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നും ഞാൻ കേൾക്കാൻ വിധിക്കപ്പെട്ടതാ. ഇതിനേക്കാളും വലിയൊരു സങ്കടം ഞാൻ പറയാം. വേറൊരു വീട്ടിൽ ഒരു പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പെണ്ണ് കല്യാണം കഴിച്ച് ആ വീട്ടിലോട്ട് ചെന്ന് 3-ാം പക്കം അവിടുത്തെ ഭർത്താവിൻ്റെ അപ്പൻ, അമ്മായിയപ്പൻ മരിച്ചുപോയി. പോരേ പൂരം. അന്ന് മുതൽ ഇവളുടെ നാത്തൂമാരും ഇവളുടെ ഈ അമ്മയും, അതായത് അമ്മായിയമ്മയൊക്കെ പറയുന്നത്, ഓ കാലത്തി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നീ വീട്ടിലോട്ട് കയറിയത് മരണവും കൊണ്ടാണ്. അച്ഛാ ഞാൻ എന്ത് ചെയ്തിട്ടച്ഛാ? ഞാൻ എന്ത് ചെയ്താലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ എന്ത് ചെയ്താലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എടി നീ വീട്ടിൽ വന്ന ആ 3-ാം പക്കം കുടുംബത്തിൻ്റെ വിളക്കല്ലേടി അടഞ്ഞു പോയത്, നീ അല്ലേടി കൊന്നത്. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സമാനമായ ചില സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചില സമാനമായ സംഭവങ്ങളുണ്ട്. എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷ നിനക്ക് വേണ്ടിയുള്ളതാണ്. നീ ഒരു സ്വയം ചിന്തിക്കണം, എൻ്റെ ജീവിതം ഇതുപോലെ ശപിക്കപ്പെട്ടതാണോ അതോ അനുഗ്രഹിക്കപ്പെട്ടതാണോ? അനുഗ്രഹിക്കപ്പെട്ടതാണ്. പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുന്നത് എന്തുവാ? വചനം പറയുന്നു, 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ് ശ്ലീഹ പറയുവാണ്, നിന്റെ ജീവിതം അനുഗ്രഹത്തിന് വിളിക്കപ്പെട്ടതാണെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചില അവസ്ഥകൾ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിപ്പെരുന്നാൾ നടത്തിയ ചേട്ടൻ, പള്ളിയിലെ പെരുന്നാൾ അദ്ദേഹമാണ് ഏറ്റെടുത്ത് നടത്തിയത്. അദ്ദേഹം വന്നിട്ട് സങ്കടം, പള്ളിയിലെ പെരുന്നാൾ നടത്തി കഴിഞ്ഞാൽ അത് അനുഗ്രഹമല്ലേ? ഇത്രയും ലക്ഷങ്ങൾ പൊടിച്ച് പള്ളിപ്പെരുന്നാൾ നടത്തി ഈ ചേട്ടൻ സങ്കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ സങ്കടപ്പെടണേ? അച്ഛാ, പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മഴ പെയ്തു, പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മഴ പെയ്തു. ഞാൻ പറഞ്ഞു, ചേട്ടാ ജൂൺ മാസം മഴക്കാലം, സ്വാഭാവികം, മഴ പ്രതീക്ഷിക്കണം. അല്ല, അതിനെന്തിനാ ഇത്ര സങ്കടം? മഴ പെയ്തതല്ല അച്ഛൻ്റെ വിഷയം. നാട്ടുകാർ മുഴുവൻ പറയുന്നു ഇത് പ്രസിദ്ധേന്തിയുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണെന്ന്. ഇത് പ്രസിദ്ധേന്തി പള്ളിപ്പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയ ആള് ശരിയല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ പ്രദക്ഷിണം ഇറങ്ങണ സമയത്ത് മഴ പെയ്യണോ? പ്രദക്ഷിണം ഇറങ്ങണ സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതെ, അത് അവൻ്റെ കുടുംബം അത് ശരിയല്ല. അച്ഛാ, നാട്ടുകാർ മുഴുവൻ ഇതാ പറയണേ. പള്ളിപ്പെരുന്നാൾ ലക്ഷങ്ങൾ മുടക്കി നടത്തി കഴിഞ്ഞിട്ട് ഇയാൾ തലകുനിച്ചാ നടക്കുന്നത്. എൻ്റെ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം പറയട്ടെ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം, നീ ഒരു ദൈവമകനാണ്, ദൈവമകളാണെങ്കിൽ നീ കടന്നു ചെല്ലുന്ന ഇടം, നീ കാല് കുത്തുന്ന ഇടം, നീ പറയുന്ന വാക്ക്, നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറാനുള്ളതാണ്. വിശ്വസിച്ചൊച്ചത്തിൽ പറഞ്ഞ ആമേൻ. പറ ആമേൻ. അതെന്തിനാ അങ്ങനെ പറയണം? അത് പറയുന്നത് സംഭവിക്കാൻ വേണ്ടിയിട്ടാ. പറഞ്ഞ ആമേൻ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഗതിയില്ല, ഗുണമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നാട്ടുകാരോ വീട്ടുകാരോ നിനക്ക് സ്വയമോ തോന്നിയിട്ടുണ്ടാവും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നീ എങ്ങനെ ഒരു തോൽവി അല്ലെന്ന്. നീ ഒരു ദൈവമകനാണോ ദൈവമകളാണോ, നീ കാല് കൊത്തുന്നിടം അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിൽ
ജോസഫ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാം തിരുവചനം നിങ്ങളൊന്ന് വായിക്കണേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സ് 5. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാം വചനം. ഈ ജോസഫ് ആരാന്നറിയോ? അടിമ. ഒരു സ്ഥലത്ത് വേലയ്ക്ക് നിർത്തിയിരിക്കുക. പക്ഷേ ഈ വേലക്കാരൻ, ഈ അടിമ ജീവിതത്തിൽ ഈ മനുഷ്യൻ ആകപ്പാടെ ചെയ്ത തെറ്റ് സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഇത്രമേൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൊരു മനുഷ്യനില്ല. ഈ ജോസഫിനെ കുറിച്ച് ഒരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 5-ാം തിരുവചനം വായിച്ചേ. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ. ജോസഫിനെ ഓർത്ത്, ആരെ ഓർത്ത്? പറ. ജോസഫിനെ ഓർത്ത് ദൈവം ഒരു ദേശത്തെ, ഒരു മനുഷ്യന്റെ ഈജിപ്തുകാരന്റെ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഈ അടിമയായ മനുഷ്യൻ പക്ഷേ ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടല്ലേ ആ വീട്ടിൽ കാലുകുത്തി ഉടനെ തന്നെ ആ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്നെ ഓർത്ത് നിന്റെ ദൈവം നീ കാല് കുത്തുന്നിടം, നീ ചെല്ലുന്ന ഇടം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് നിന്നെ ഓർത്ത്. പറഞ്ഞേ, നിന്നെ ഓർത്ത്. അത് വിഷമിച്ചിരിക്കുകയായിരിക്കും, കണ്ട അതിൻ്റെ മുഖം കണ്ടില്ല, വല്ലാത്ത വിഷമമുണ്ട്. അതിനോട് പറ, അതിൻ്റെ മുഖത്ത് നോക്കി പറ. അങ്ങനെ വെറുതെ പറയല്ലേ. ആ മുഖത്തെ ഷാളൊക്കെ ഇങ്ങനെ മാറ്റി, എന്നിട്ട് കണ്ണൊക്കെ കാണട്ടെ, അതിന് കാണട്ടെ, അടുത്തിരിക്കുന്ന ആൾക്ക് കാണട്ടെ. ചേച്ചി സാരിയുടെ തലപ്പോ കാണട്ടെ, അടുത്തിരിക്കുന്ന ആൾ കാണട്ടെ. എന്നിട്ട് പറഞ്ഞേ, നിന്നെ ഓർത്ത്. ചിരിച്ചോണ്ട് പറ ആ വ്യക്തിയോട്, എന്നോടല്ല. നിന്നെ ഓർത്ത് നിന്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കും. നിന്നെ ഓർത്ത് നീ കാല് കുത്തുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു പരാജയമല്ല, നീ ഒരു അനുഗ്രഹമാണ്. ആ വ്യക്തിയോട് പറഞ്ഞേ ആമേൻ. പറ ആമേൻ. ആ കൈ പിടിച്ച് നന്നായിട്ട് കുലുക്കിക്കൊണ്ട് പറ. അതിന്റെ കൈ തണുത്ത് മരവിച്ചിരിക്കുക. ആമേൻ പറഞ്ഞേ, ആമേൻ, ആമേൻ. സംഭവിക്കുമെന്ന്. എന്റെ പ്രിയരെ, നീ ഒരു ദൈവമകനാണോ ദൈവമകളാണോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നിന്നിലും സംഭവിക്കും. എപ്പോഴാ? ഇത് വിശ്വസിച്ചത് ഏറ്റെടുത്താൽ ഇത് നിന്നിൽ സംഭവിക്കും. ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ്. ഞാൻ കാലുകുത്തുന്ന ഇടം, ഞാൻ ഇടപെടുന്ന ഇടം, ഞാൻ സംസാരിക്കുന്ന ഇടം, ഏതൊക്കെ മേഖലകളിലാണെങ്കിലും എൻ്റെ കർത്താവ് അവിടെ അനുഗ്രഹിക്കും. എന്നെ ഓർത്ത് എൻ്റെ വീടിനെ കർത്താവ് അനുഗ്രഹിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഇത് നമ്മളോട് തന്നെ പറയണം. അതേസമയം തന്നെ വേറെ ചിലർ ഇവിടെ ഇരുന്നുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ വീട് ഇങ്ങനെയാണ്, ഞാൻ ഗതി പിടിക്കുകയല്ല, ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ തന്നെ സംഭവിക്കും. നീ ഇന്ന് ഈ വചനം നിന്നോട് തന്നെ ഇത് പറയുന്നതനുസരിച്ച് സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, അങ്ങനെ ഒരു വചനമുണ്ട്. എഫേസസ് ലേഖനം, ബൈബിളും തുറന്നേ. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3. എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം. 3-ാം തിരുവചനം എന്ന് വായിച്ചേ. 3-ാം തിരുവചനം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച. പോരാ. അനുഗ്രഹം വേണ്ടവരിങ്ങനെ ഉണങ്ങിയിരുന്ന പോരാ.
കാരം അങ്ങ് നന്നായിട്ട് ഉയർത്തിക്കോ. ഒച്ചത്തലിന്റെ കൂട്ടത്തിൽ പറഞ്ഞേ, സ്വർഗീയമായ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ പിതാവുമായ പിതാവുമായ ദൈവം ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ, സ്തുതിക്കപ്പെട്ടവനാകട്ടെ സ്തുതിക്കപ്പെട്ടവനാകട്ടെ, സ്തുതിക്കപ്പെട്ടവനാകട്ടെ സ്തുതിക്കപ്പെട്ടവനാകട്ടെ. സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും, കണ്ടോ പറഞ്ഞേ, സ്വർഗീയമായ സ്വർഗീയമായ എല്ലാ എല്ലാ ആത്മീയ വരങ്ങളാലും ആത്മീയ എന്ന് വരങ്ങളാലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വരങ്ങളാൽ നീ രക്ഷപ്പെടട്ടെ അങ്ങനെയാണോ? അല്ലെന്ന്. സ്വർഗീയമായ എല്ലാ വരങ്ങളും, സ്വർഗത്തിന്റെ സമ്പത്ത് മുഴുവൻ, അതാണ് അതിന്റെ അർത്ഥം. സ്വർഗം നിനക്ക് നൽകാൻ വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് മുഴുവൻ, അല്ലാതെ കുറച്ച് കാര്യം, കുറച്ച് അനുഗ്രഹം, അങ്ങനെയല്ല. നിനക്ക് മുഴുവൻ സ്വർഗത്തിന്റെ അനുഗ്രഹം മുഴുവൻ നിന്നെ അങ്ങോട്ട് നിറയട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഓരോ വ്യക്തിയും സ്വയം വ്യക്തിപരമായി തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ നിസ്സാരക്കാരനല്ല, ഞാൻ അനുഗ്രഹം പ്രാപിക്കപ്പെട്ട വ്യക്തിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. Hallelujah.